പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് തണ്ണിമത്തനെ സർജറി ചെയ്യാം. അതിനുള്ളിൽ എന്തൊക്കെ അത്ഭുത ഗുണങ്ങളുണ്ട് എന്ന് നമുക്ക് നോക്കാം. തണ്ണിമത്തൻ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണല്ലേ, രുചികരമായ ഒന്നാണ്. വേനൽക്കാലത്ത് അത് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് വളരെ ആശ്വാസം തരുന്നതാണ്. അപ്പൊ എല്ലാവർക്കും തണ്ണിമത്തൻ ജ്യൂസായും അല്ലാതെയൊക്കെ കഴിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് തണ്ണിമത്തന്റെ അത്ഭുതകരമായിട്ടുള്ള ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. സ്കിപ്പ് ചെയ്യാതെ കാണണേ കൂട്ടുകാരെ. അപ്പൊ ഞാൻ പറയുന്ന കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്നുള്ള കൂട്ടുകാര് അതിനെക്കുറിച്ച് ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ എല്ലാവർക്കും അതിനെക്കുറിച്ച് വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് തണ്ണിമത്തൻ വളരെ സഹായകരമാണ് കൂട്ടുകാരെ. പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. തണ്ണിമത്തനിൽ ശരീരത്തിലെ നൈട്രിക് ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന സിട്രുലിൻ എന്ന അമിനോ ആസിഡ് ഉണ്ട്. നൈട്രിക് ഓക്സൈഡ് ശരീരത്തിലെ രക്തക്കുഴലുകൾ വികസിപ്പിക്കാൻ സഹായിക്കുന്നു. അതുവഴി രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു. ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നു കൂട്ടുകാരെ. ഉയർന്ന ജലാംശം നിറഞ്ഞ തണ്ണിമത്തനുകൾക്ക് കുറഞ്ഞ കലോറി സാന്ദ്രതയാണുള്ളത്. ഒരു വലിയ കഷ്ണം തണ്ണിമത്തൻ കഴിക്കുമ്പോൾ താരതമ്യേന വളരെ ചെറിയ കലോറിയാണ് നമ്മുടെ ശരീരത്തിലെത്തുക. അതിനാൽ ഇടയ്ക്കിടെ വിശപ്പുണ്ടാകുന്നവർക്ക് അത് ശമിപ്പിക്കാൻ തണ്ണിമത്തൻ നല്ലതാണേ. അപ്പോൾ അതിലൂടെ ശരീരഭാരം വർദ്ധിക്കില്ല. അടുത്ത് ചർമ്മത്തെയും മുടിയെയും ഇത് സംരക്ഷിക്കുന്നുണ്ടേ. തണ്ണിമത്തനിൽ ഉയർന്ന അളവിലുള്ള വൈറ്റമിൻ എ, സി എന്നിവ ആരോഗ്യമുള്ള മുടിക്കും ചർമ്മത്തിനും ഉത്തമ സുഹൃത്താണേ. മുടിയെയും ചർമ്മപാളിയെയും ശക്തിപ്പെടുത്തുന്ന പ്രോട്ടീനായ കൊളാജൻ ഉണ്ടാക്കാൻ ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി ശരീരത്തെ സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻ എ ചർമ്മകോശങ്ങൾ സൃഷ്ടിക്കാനും നന്നാക്കാനും സഹായിക്കുന്നു. തണ്ണിമത്തനിലെ ലൈക്കോപ്പീനും ബീറ്റാ കരോറ്റിനും ചർമ്മത്തെ വെയിലിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ട് കൂട്ടുകാരെ. പിന്നെ ജലാംശം നിലനിർത്താൻ ഇത് വളരെ സഹായമാണ്. ചെറിയ അളവിലുള്ള നിർജ്ജലീകരണം പോലും ക്ഷീണം, തലവേദന, പേശി വലിവ്, രക്തസമ്മർദ്ദ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയെ. അതിനാൽ നല്ല ആരോഗ്യത്തിന് ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്നത് പ്രധാനമാണ്. അതിന് ഏറ്റവും ഉത്തമമാണ് തണ്ണിമത്തൻ. ഇതിൽ പ്രധാനമായും 90% വെള്ളമാണുള്ളത്, കൂട്ടുകാർക്ക് അറിയാമല്ലോ. അടുത്ത വീക്കങ്ങൾ ചെറുക്കുകയെ, അതായത് ലൈക്കോപ്പീൻ, വൈറ്റമിൻ സി തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ സമ്പന്നമായ ഉറവിടമാണ് തണ്ണിമത്തൻ. അതിനാൽ ഇത് വേദന, നീർവീക്കം എന്നിവയിലേക്ക് നയിക്കുന്ന ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തെ ചെറുക്കാൻ സഹായിക്കും. ലൈക്കോപ്പീൻ കോശജ്വലന പ്രക്രിയകളെ തടയുകയും ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കുന്നതിനുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. തണ്ണിമത്തനിൽ കോളിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് വിട്ടുമാറാത്ത വീക്കം കുറയ്ക്കാൻ സഹായിക്കുകയെ. ആരോഗ്യമുള്ള ഹൃദയമാണല്ലോ നമുക്കെല്ലാവർക്കും ഏറ്റവും ആവശ്യം അല്ലേ. തണ്ണിമത്തനിലെ ഉയർന്ന ജലാംശം രക്തത്തിൽ അടിഞ്ഞുകൂടുന്ന ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു കൂട്ടുകാരെ. ചീത്ത കൊളസ്ട്രോൾ പല ഹൃദ്രോഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. തണ്ണിമത്തൻ കഴിക്കുന്നത് രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് തടയുന്നേ. ദിവസവും 1 കപ്പ് തണ്ണിമത്തൻ കഴിച്ചാൽ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്. അസ്ഥികളുടെ ആരോഗ്യവും നിലനിർത്തുമേ. തണ്ണിമത്തൻ കഴിക്കുന്നത് അസ്ഥികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും. ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നതിനാൽ ഓസ്റ്റിയോപൊറോസിസ്, അസ്ഥി ഒടിവ് എന്നിവ തടയാനും ഇത് സഹായിക്കുകയെ കൂട്ടുകാരെ. ഹീറ്റ് സ്ട്രോക്ക് തടയുന്നു. വേനൽക്കാലത്ത് കണ്ടുവരുന്ന ഹീറ്റ് സ്ട്രോക്ക് തടയാനുള്ള നല്ലൊരു വഴിയാണ് തണ്ണിമത്തൻ. പഴത്തിലെ ഗണ്യമായ അളവിലുള്ള വെള്ളവും ഇലക്ട്രോലൈറ്റുകളും ശരീരത്തെ താപാഘാതത്തിൽ നിന്ന് തടയുന്നു. ആ സമയങ്ങളിൽ വെയിലത്ത് പോകുന്നതിന് മുമ്പ് കുറച്ച് തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചാൽ അത് നിങ്ങളുടെ ശരീരത്തെ തണുപ്പിക്കുകയും ശരീര താപനില നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുവേ കൂട്ടുകാരെ. പിന്നെ ഒട്ടുമിക്കവർക്കും അസിഡിറ്റി പ്രശ്നം ഒരു പ്രശ്നം തന്നെയാണല്ലേ കൂട്ടുകാരെ. അപ്പോൾ അത് കുറയാനും സഹായമാണ് ഈ തണ്ണിമത്തൻ. പിന്നെ ഉയർന്ന ജലാംശവും വൈറ്റമിൻ സി, വൈറ്റമിൻ എ എന്നിവയൊക്കെ നിറഞ്ഞിരിക്കുന്ന തണ്ണിമത്തൻ നല്ല ഊർജ്ജസ്വലവും ആരോഗ്യകരവുമായ ഒന്നാണ്. നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്. വേനൽക്കാലത്താണ് നമ്മൾ തണ്ണിമത്തൻ കൂടുതലായി കഴിക്കുന്നത് അല്ലേ കൂട്ടുകാരെ. പക്ഷേ അല്ലാത്ത സമയത്തും നമ്മളിത് കഴിക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. നിർജ്ജലീകരണ പ്രശ്നങ്ങൾ അനുയോജ്യമായ ലഘുഭക്ഷണമാണല്ലേ കൂട്ടുകാരെ ഇത്. വൈവിധ്യമാർന്ന പോഷകങ്ങളും വെള്ളവും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന തണ്ണിമത്തൻ നമുക്ക് കഴിക്കുമ്പോഴത്തേക്ക് നല്ല സംതൃപ്തിയും ഉന്മേഷവും തരുന്നുണ്ട് അല്ലേ കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ ഇന്ന് തണ്ണിമത്തൻ്റെ അത്ഭുതകരമായിട്ടുള്ള ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കേട്ടത്, മനസ്സിലാക്കിയത് അല്ലേ കൂട്ടുകാരെ. അപ്പോൾ കൂട്ടുകാർക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാമെങ്കിൽ കമൻ്റ് ഇടണേ കൂട്ടുകാരെ.
വൃക്കയുടെ പ്രവർത്തനത്തിനും ഇത് വളരെ നല്ലതാണ്, കാരണം ഇതിൽ ധാരാളം ജലാംശം ഉള്ളതുകൊണ്ട്. പക്ഷേ എന്താണേലും ഓവറായിട്ട് കഴിക്കാൻ പാടില്ല. ഇപ്പം എന്ത് ഭക്ഷണമാണേലും അങ്ങനെയാണല്ലേ കൂട്ടുകാരെ. 1 കപ്പ് തണ്ണിമത്തൻ എല്ലാ ദിവസവും നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ഷോപ്പിൽ നിന്ന് തണ്ണിമത്തൻ വാങ്ങിയതാണ്. അവിടെ നിന്ന് മക്കൾ ഗോലി സോഡയും ഒക്കെ കുടിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടതേ. കൂട്ടുകാരെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഒപ്പമുള്ള എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇനി കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്ന കൂട്ടുകാർ അപ്പോൾ അത് കമൻറ്റായി ഇടണേ. അപ്പോൾ നമുക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ.